ക്രിസ്തുവിന്റെ സ്നേഹം ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള അവരെ ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വാർഷികവും നമ്മളുടെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ 80ാം വാർഷിക ദിനം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളെ ഒരു 7 മണിയോട് കൂടി ഇവിടെ എത്തും. ആൾക്കും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ അവസരത്തിൽ സ്മരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളുടെ കെട്ടുറപ്പിനായി പ്രയത്നിച്ച അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. അതോടൊപ്പം ഇടവകയിൽ നിന്നും വേർപിരിഞ്ഞു പോയ ഓരോരുത്തരെയും ഓർക്കുന്നു. അവർക്ക് ഇവർക്കും നിത്യശാന്തി നേരുന്നു. തെക്കേക്കര പൊതപ്പറമ്പിൽ തറവാട്ട് യോഗം എന്ന ആശയം ദേവദാസൻ കനീസിയൂസ് അച്ഛനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 1994 മെയ് 22-ാം തീയതി ഈ കനീസിയം എന്ന കനീസിയൂസ് അച്ഛന്റെ ഭവനത്തിൽ നിന്നുമാണ് ആരംഭം കുറിച്ചത്. ഈ ധന്യ മുഹൂർത്തത്തിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഏവരെയും സ്നേഹത്തോടെ അനുസ്മരിക്കുന്നു. കഴിഞ്ഞ വാർഷിക പൊതുയോഗം കനീസിയത്തിൽ വെച്ച് വിവിധ പരിപാടികളോടുകൂടി പ്രസിഡന്റ് ശ്രീ PC ആന്റണിയുടെ അധ്യക്ഷതയിൽ 2025 ഓഗസ്റ്റ് 15-ാം തീയതി വായിക്കുകയും യോഗം അംഗീകരിക്കുകയും ചെയ്തു. ആനന്ദപുരം ലിറ്റിൽ ഫ്ലവർ ചർച്ച് വികാരി റവറന്റ് ഫാദർ ജോൺസൺ തറയിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ക്രൈസ്റ്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ ജോസ് ചുങ്കൻ സന്ദേശം നൽകി സംസാരിക്കുകയും കുടുംബ പ്രതിഷ്ഠ പുതുക്കുകയും ചെയ്തു. ശ്രീ ഡെലിൻ ഡേവിസ്, ശ്രീ ജോൺസൺ PL എന്നിവർ ആശംസകൾ നൽകി സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി ക്രൈസ്റ്റ് കോളേജിന്റെ മുൻ പ്രിൻസിപ്പളുമായിട്ടുള്ള ഫാദർ ജോസ് ചുങ്കനച്ചൻ, മറ്റു ഭാരവാഹികളെ, പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുടുംബമിത്രങ്ങളെ, നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആൾക്ക് ആ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. തുടർന്ന് എന്നോട് വേദി പങ്കിടാനും അതുപോലെ തന്നെ ഒരു ആശംസ പ്രസംഗം ഇവിടെ പ്രസംഗിക്കാനും അമ്മമ്മ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു വേദിയിൽ പങ്കിടേണ്ടി വന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾ തന്നെ നമുക്ക് ഉദാരമായിട്ട് സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകിയിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും വ്യക്തിപരമായിട്ട് ഞാനിവിടെ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും സ്നേഹത്തിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ എന്റെ ഹൃദയത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ തുടങ്ങിക്കോ എന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് നിങ്ങൾ തുടങ്ങി. ഞാനിവിടെ വരുമ്പോൾ ജോസച്ചൻ്റെ വാക്കുകളാണ് കേട്ടുകൊണ്ടിരുന്നത്. ഈ സമയമത്രയും ജോസച്ചൻ്റെ വാക്കുകൾ ശ്രവിച്ചപ്പോൾ ഈ തെക്കേക്കായ അറിവോട് കൂടി തന്നെയുള്ള ഒരു ഉപദേശം കൂടിയായിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കുടുംബാംഗങ്ങൾക്ക് അതുപോലെ നോക്കിക്കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മോട് ആരാധിക്കുന്നു. അങ്ങേ എളിയദാസനായ കനീസിയൂസച്ചൻ വഴി അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തി അച്ഛന്റെ നാമകരണോട് മുഴങ്കാൽ മടക്കി ഞാൻ തിരുസന്നിധിയിൽ
ഭഗവാന് വന്നടാ വീട്ടുവത്തെ. ആത്മീയ ശാന്തി ഞങ്ങളിൽ